ആദ്യമായിട്ട് തന്നെ പുതുതായി ബെറ്റർ എംപ്ലോയിയിലേക്ക് വന്നിട്ടുള്ള എല്ലാ ഫ്രഷേഴ്സിനും എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം നിലവിൽ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. നമ്മൾ ഇത്തരത്തിലുള്ളൊരു വേദി സംഘടിപ്പിക്കുമ്പോൾ എന്താണ് ബെറ്റർ എംപ്ലോയി മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം ഒരു 10-25 കൊല്ലത്തോളമായി വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും ബെറ്റർ എംപ്ലോയി ഒരു മികച്ച സ്ഥാപനമായി നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ വാല്യൂ മനസ്സിലാവും. എന്തുകൊണ്ട് ബെറ്റർ എംപ്ലോയി ഈസ് ബെറ്റർ ദാൻ അതേഴ്സ്. ഇത്രയും നീണ്ട കാലയളവിൽ ധാരാളം കുട്ടികൾക്ക് അവരുടെ കരിയർ മെച്ചപ്പെടുത്താനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ ബെറ്റർ എംപ്ലോയി നടത്തിയിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാപനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത് തന്നെയാണ് ബെറ്റർ എംപ്ലോയി മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഡിഫറൻ്റ് ആയി വരുന്നത്. ആ സ്ഥാപനത്തെ ഈ അവസരത്തിൽ നമ്മൾ വളരെയധികം അഭിനന്ദിച്ചേ പറ്റൂ. ഇത്രയും കാലം നമ്മൾ നിലനിന്ന് കൊണ്ടുപോയി എന്നുള്ളത് ചില്ലറ കാര്യമല്ല. എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രിയപ്പെട്ട ഉമ്മറിനെ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നിങ്ങളൊരു ക്ലാസ്സിന് ചേരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴ്സിന് ചേരുമ്പോൾ ആ കോഴ്സ് എന്താണ്, അതെങ്ങനെയാണ് എനിക്ക് ബാധിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് അതിനുള്ള ഗുണം എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് നടത്തുമ്പോൾ അതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തെ പറ്റി നിങ്ങൾക്ക് ബോധ്യപ്പെടണം. വിദ്യാഭ്യാസത്തിന് ഉപരിയായി ഒട്ടനവധി മേഖലകളിലൂടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ധാരാളം അറിവുകൾ നിങ്ങളെല്ലാവരും നേടിയെടുക്കണം. ആ അറിവുകൾ നേടിയെടുക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമുക്ക് എഫക്ട് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യവും വേണം. ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ ഇന്നെ മാതിരി ആവണം എന്നുള്ള കാര്യം. എൻ്റെ അഭിപ്രായത്തെ പറയുമ്പോൾ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഒരു കണ്ണ് മാത്രമേ കൊണ്ടുവയ്ക്കാൻ പാടുള്ളൂ. ഒരു കണ്ണ് അത് പോകുന്ന വഴിയിനെ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഏത് വഴിയിലൂടെയെങ്കിലും അവിടെ എത്തുക എന്നുള്ളതാവരുത് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം വളരെ കൃത്യമായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം.